ഡീ ദേവു, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കടി. ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. സ്വകാര്യമാണ്. വീട് പണിയാൻ വന്നവർക്ക് ഉച്ചയ്ക്ക് നൽകാനുള്ള ഭക്ഷണത്തിന്റെ പാചക തിരക്കിലായിരിക്കുന്ന ദേവു ബിന്ദുവിന്റെ അല്പം രഹസ്യമായിട്ടുള്ള ആ വിളിയിലും സംസാരത്തിലും അവളെ തിരിഞ്ഞു നോക്കി വേഗം. ബിന്ദു പറയുന്ന ഇത്തരം സ്വകാര്യങ്ങളൊക്കെ അല്പം എരിവും പുളിയുമൊക്കെ ഉള്ളതാവാമെന്ന് അറിയാവുന്നത് കൊണ്ട് ദേവുവിനും ഇത്തിരി ഇഷ്ടക്കൂടുതലുണ്ട് ബിന്ദുവിൻ്റെ ഇത്തരം സ്വകാര്യതകൾ കേൾക്കാൻ. എന്ത് സ്വകാര്യമാണെങ്കിലും വേഗം പറയടി. എനിക്ക് അവർക്കുള്ള മീൻകറി കൂടി വെക്കാനുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒന്നിനെ അമ്മ പെറ്റിട്ടതേ തേമീൻ കറിയിലേക്കാണെന്ന് തോന്നുന്നു. എന്ത് കറി കൊടുത്താലും കൂടെ മീൻകറി വേണം, നിർബന്ധമാണ്. വാർപ്പിനുള്ള മുട്ടും പലകയും റെഡിയാക്കുന്നവരിൽ ഒരാളെ കണ്ണുകൊണ്ട് ബിന്ദുവിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ദേവു പരാതി പോലെ പറഞ്ഞതും ബിന്ദുവിൻ്റെ മുഖത്ത് വശ്യമായൊരു ചിരി വിരിഞ്ഞു. എൻ്റെ ആ ചെക്കനെ എത്ര മീൻകറി വേണേലും ഒഴിച്ചു കൊടുക്കണേടി നീ. കൂടെ നല്ലൊരു കഷ്ണവും കൊടുത്തേരെ. നല്ലോണം തിന്ന് തടി നന്നാക്കട്ടെ അവൻ. ആവശ്യം വരും എനിക്ക്. ദേവു ചൂണ്ടിക്കാണിച്ചവനെ നോക്കി ചുണ്ടൊന്നും നനച്ച് വശ്യമായൊരു ചിരിയോടെ ബിന്ദു പറഞ്ഞത് കേട്ടപ്പോൾ മിഴിഞ്ഞുപോയത് ദേവുവിൻ്റെ കണ്ണുകളാണ്. കൂർത്ത ദേവുവിൻ്റെ നോട്ടം ബിന്ദുവിൽ തങ്ങിയതും ഒരു കള്ളച്ചിരി ബിന്ദുവിലും തെളിഞ്ഞു. ദേവുവിനറിയാം അല്പം ചുറ്റിക്കളിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ബിന്ദുവെന്ന്. പുറത്താളുകളുടെ ഇടയിൽ അത്ര നല്ല പേരൊന്നുമല്ല ബിന്ദുവിനുള്ളതെന്നും. എന്നാലും ബിന്ദുവിനെ ഏറെ ഇഷ്ടമാണ് ദേവുവിന്. കൂട്ടിലടച്ചതുപോലെയുള്ള ദേവുവിൻ്റെ ജീവിതത്തിൽ അവൾക്കാകെ ആശ്വാസം ബിന്ദുവിനോടൊപ്പമുള്ള ഈ സമയങ്ങളാണ്. ദേവുവിൻ്റെ ഭർത്താവ് രവി അല്പം കർക്കശക്കാരനും ഇത്തിരിയൊന്ന് പഴഞ്ചൻ സ്വഭാവക്കാരനും ആയതിനാൽ പുറമേ വേറെ സൗഹൃദങ്ങളൊന്നുമില്ല ദേവുവിന്. എന്താണ് മോളെ ബിന്ദു ഒരിളക്കം? അല്പം കാര്യത്തിൽ തന്നെ തിരക്കി ദേവു. ആ ചെക്കനെ കണ്ടതു മുതൽ എനിക്കൊരു ചെറിയ ഇളക്കമുണ്ട് ദേവു. സത്യമാണത്. നിന്നോടല്ലേ എനിക്കിതെല്ലാം തുറന്നു പറയാൻ പറ്റൂ. ദേവു പറഞ്ഞതിനെ എതിർക്കാതെ ബിന്ദു തുറന്നങ്ങ് സമ്മതിച്ചതും പകപ്പോടെ അവളെ തുറച്ചു നോക്കി ദേവു. എടി, നിനക്കിത് എന്തിൻ്റെ എനക്കേടാടി? 26 വയസ്സേ ആ ചെക്കന് കാണുള്ളൂ. നിന്നെക്കാൾ എത്ര ചെറിയ പയ്യനാണ്. അതിനോടാണോ നിനക്കിളക്കം? കഷ്ടം. ബിന്ദു പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ അവളെ തിരുത്താൻ ശ്രമിച്ചു ദേവു. ഒന്ന് പോയടി നീ. ഞാനേ അവനെ കെട്ടി കൂടെ പൊറുക്കാനൊന്നും പോണില്ല. ഞങ്ങളുടെ വയസ്സും ജാതവും ഒക്കെ നീ ഗണിക്കാൻ വേണ്ടി. എപ്പോഴെല്ലാമോ ഒരു പുരുഷനിൽ ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ അവനിൽ കണ്ടപ്പോൾ ഒരു മോഹം തോന്നി അവനെ അടുത്തറിയാൻ. അതിനിപ്പോൾ ഞാനല്ല നീയാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട സങ്കല്പത്തിലുണ്ടായിരുന്നതുപോലെ ഒരുത്തനെ കൺമുന്നിൽ കണ്ടാൽ എന്നെപ്പോലെ തന്നെ മോഹിക്കും. ചുമ്മാ ഓരോന്ന് വിളിച്ച് പറയാതെ നീ പോയേ ബിന്ദു. നിന്നോട് വർത്താനം പറഞ്ഞിരുന്നാൽ എൻ്റെ മീനിന്ന് മുഴുവൻ ആ ചട്ടിയിൽ കിടക്കത്തേ ഉണ്ടാവുള്ളൂ. ബിന്ദുവുമായി തുടർന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവളെ വേഗം പറഞ്ഞയച്ചു ദേവു. എങ്കിലും എവിടെയോ ഒരിത്തിരി ബിന്ദു പറഞ്ഞത് അവളുടെ ഉള്ളിൽ കിടന്നിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പണിക്കാരെല്ലാം കയറി വന്നതും ദേവുവിൻ്റെ നോട്ടം ആ ഒരുത്തൻ്റെ മേൽ അറിയാതെ ഒന്ന് പാളി വീണു. ഒത്ത നീളത്തിലും അതിനൊത്ത വണ്ണത്തിലുമുള്ള ഇരുനിറക്കാരൻ. അവൻ്റെ കയ്യിലും കാലിലെയും ഉറച്ച മസിലുകൾക്ക് വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ടോ? ചിരിക്കുമ്പോൾ ചെറുതാകുന്ന അവൻ്റെ കണ്ണുകൾ തന്നോടെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവനറിയാതെ അവനെ നോക്കി നിൽക്കുമ്പോൾ തന്നോട് തന്നെ ചോദിച്ചു പോയി അവൾ. അവനെപ്പോലെ ഒരുവനെ തന്നെ ആയിരുന്നില്ലേ താൻ തൻ്റെ സങ്കല്പ പുരുഷനായി വിവാഹത്തിനു മുൻപ് സ്വപ്നം കണ്ടിരുന്നതെന്ന് ഓർത്തതും ഒരു മിന്നൽ പാഞ്ഞവളിൽ. അവനെപ്പോലെ ഒരുവൻ്റെ കരുത്തുറ്റ ശരീരത്തിനിടയിൽ ഞെരിഞ്ഞമരാൻ കൊതിക്കുന്നൊരു ചെറുപ്പക്കാരി ഇന്നും തൻ്റെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും ഞെട്ടി വിറച്ചുപോയി ദേവു. അന്നത്തെ ദിവസം എത്ര തന്നെ അരുതെന്ന് വിലക്കിയിട്ടും പിന്നെയും പല പ്രാവശ്യം ദേവുവിൻ്റെ കണ്ണുകൾ ആ ചെറുപ്പക്കാരനെ തേടിപ്പോയി. ഓരോ തവണ അവനെ നോക്കുമ്പോഴും തന്നിലേക്ക് എന്തോ പുതുവികാരം ഉടലെടുക്കും പോലെ തോന്നി അവൾക്ക്. 10 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറിയ ചെക്കനാണ് അവനെന്നതോ 40 വയസ്സോളം പ്രായമാകുന്നൊരു സ്ത്രീയോ ഭാര്യയോ അമ്മയോ ഒക്കെയാണ് താനെന്നതോ മനഃപൂർവ്വം മറന്നു കളഞ്ഞു ദേവു. ആ സമയത്തെല്ലാം പതിവിന് വിപരീതമായി വൈകിട്ടുള്ള ചായയും ഇലയടയുമായി അവർക്കടുത്തേക്ക് ചെന്നു ദേവു. അവളെ കണ്ടതും ഒരു ചിരി ആ ചെറുപ്പക്കാരനിലും തെളിഞ്ഞു. അവനെ ശ്രദ്ധിച്ചു നിന്ന ദേവുവിൻ്റെ ഉള്ളിൽ അവൻ്റെ ആ ചിരി വല്ലാത്തൊരു സന്തോഷവും എന്തിനെന്നറിയാതെ പല വികാരങ്ങളും നിറച്ചു. ചേച്ചി. ചായയും അടയും അവളിൽ നിന്ന് വാങ്ങി അവൻ വിളിച്ചതും ഉള്ളു നിറഞ്ഞൊരു സന്തോഷത്തോടെ അവനെ എന്തെന്ന് പോലെ നോക്കി ദേവു. മീൻകറി ഉണ്ടെങ്കിൽ ഇച്ചിരി തരാവോ? ഈ അടകൂട്ടി കഴിക്കാന്. നേരിയ ചമ്മലോടെ പറയുന്നവനെ നേർത്ത ചിരിയോടെ നോക്കിയവൾ അടയ്ക്കൊപ്പം തന്നെ എടുത്തുകൊണ്ടുവന്ന മീൻകറി ബൗൾ അവനെടുത്ത് നീട്ടി. നീ ഇത് ചോദിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ഞാൻ വരുമ്പോഴേ ഇങ്ങ് എടുത്തായിരുന്നു കറി.
കറി ബൗൾ കയ്യിൽ വാങ്ങിയതും ചിരി മാഞ്ഞവൻ്റെ മുഖത്തൊരു വിഷാദം നിറയുന്നതും കണ്ണുകൾ ചെറുതായി കലങ്ങിയതും കണ്ടവൾ അമ്പരന്ന് അവനെയും അവൻ്റെ ഒപ്പമുള്ളവരെയും നോക്കി. അവൻ അവൻ്റെ അമ്മയെ ഓർത്തിട്ടുണ്ടാവും മോളെ. എൻ്റെ പെങ്ങളാണ് അവൻ്റെ അമ്മ. ജീവിച്ചിരിപ്പില്ല അവൾ. മരിച്ചിട്ട് 5-8 കൊല്ലമായി. മോളുണ്ടാക്കുന്ന മീൻകറിയുടെ അതേ രുചിയാ അവളുണ്ടാക്കുന്ന മീൻകറിക്കും. അമ്മയുടെ ആ രുചി വീണ്ടും ഇവിടെ വന്ന് കിട്ടിയത് മുതൽ മോളെ കാണുമ്പോഴെല്ലാം അവൻ അവൻ്റെ അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്നത് പതിവാണിപ്പോൾ. അതുപോലെ തന്നെയാണ് അവൻ്റെ മീൻകറി കഴിപ്പും. ഇവിടുന്ന് പോയാൽ ഇത് കിട്ടില്ലല്ലോ എന്ന ചെക്കൻ്റെ ചിന്ത പോലും ഇപ്പോൾ. അവൻ്റെ അമ്മാവൻ അവളുടെ മുഖഭാവം കണ്ടു പറഞ്ഞതും ജീവനോടെ താൻ എരിയുന്നത് പോലെ തോന്നി ദേവുവിന്. തന്നെ അമ്മയ്ക്ക് തുല്യമായി കാണുന്നൊരുവനെയാണ് താൻ കുറച്ചു നേരത്തേക്കെങ്കിലും തൻ്റെ ഇണയായി സങ്കല്പിച്ചതെന്ന ചിന്ത പോലും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. വിളറിയൊരു ചിരി അവർക്ക് സമ്മാനിച്ച് തിരികെ നടക്കുമ്പോൾ മനസ്സിൽ1000 വട്ട അവനോടും അവൻ്റെ അമ്മയോടും മനസ്സിൽ തന്നെ മാപ്പിരന്നു ദേവു. തന്നെ അമ്മയായി കണ്ട ഒരുവനെ അല്പനേരത്തേക്കെങ്കിലും തൻ്റെ കാമുകനായി സങ്കല്പിച്ചു പോയവൾക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും? അതിനൊപ്പം തന്നെ ബിന്ദുവിൽ നിന്നും സ്വയം ചെറുതായൊന്ന് അകന്നു നിൽക്കാനും തീരുമാനിച്ചു ദേവു. നമ്മളെ ദോഷകരമായി ബാധിക്കുന്നതിനെയെല്ലാം ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടതെന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് അവൾ പഠിച്ചിരുന്നു. ഇനി പിഴക്കില്ല ഒരു ചുവടും അവൾക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.